നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പൊ പൊട്ടും. എന്താണ് പൊട്ടാൻ പോകുന്നത്? മുല്ലപ്പെരിയാറ് പൊട്ടുവോ? എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയായി, ഒരു മടുപ്പിക്കുന്ന വാർത്തയായി, അല്ലെങ്കിൽ ഭീകരപ്പെടുത്തുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവോ? ഇത് നമ്മൾ മലയാളികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 4-5 വർഷമായി. 2018 പ്രളയം തൊട്ടാണ് നമ്മൾ മലയാളികൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ വയനാട് ഒരുപാട് ദുരന്തം നടന്നു. നമ്മുടെ കേരള ചരിത്രത്തിലേക്ക്, ഇന്ത്യ ചരിത്രത്തിന്റെ ദുരന്തങ്ങളിലെ ഒരു വലിയ പട്ടികയിലേക്ക് വയനാടും, നമ്മുടെ സ്വന്തം വയനാടും കണ്ണീരായി മാറിയിരിക്കുകയാണ്. അത് ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പോഴും അതിന്റെ ഇടയ്ക്കും അതിനെയും കടത്തിവെട്ടി വന്നൊരു ന്യൂസായി മാറിയിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുവോ ഇല്ലേ. ഇപ്പൊ എല്ലാവരും, എല്ലാ വാർത്താ ചാനലുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ചർച്ചകളാണ്, ചാനൽ ചർച്ചകൾ. വേറൊന്നും ഇപ്പൊ പറയുന്നത്, വയനാട് പോലും അതിൽ മറന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? മുല്ലപ്പെരിയാർ പൊട്ടുവോ? അങ്ങനെ പൊട്ടാനായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ വാർത്തകൾ പറയാനോ അല്ലെങ്കിൽ കാണാൻ നിങ്ങളോ പറയാൻ ഞാനോ ഒക്കെ മിച്ചമുണ്ടാകുമായിരുന്നോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് റസൽ ജോയിയെ പോലുള്ള ആൾക്കാർ, അദ്ദേഹം അതിലൊരാളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ കുറെ കൂടെ കാര്യമായിട്ട് ഇതിനെതിരെ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ, അല്ലെങ്കിൽ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവനും പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് PJ ജോസഫ് സാർ, അതിനു മുമ്പും വന്നൊരു മനുഷ്യനാണ്, തൊടുപുഴക്കാരൻ. അദ്ദേഹം ഇപ്പോഴും തൊടുപുഴയിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നില്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ വാർത്തയിൽ പറയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഈ മുല്ലപ്പെരിയാർ പൊട്ടിക്കണം അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പൊട്ടാനായിരുന്നെങ്കിൽ 50 വർഷം മാത്രം പഴക്കമുള്ള, 50 വർഷം മാത്രം ലൈഫ് സ്പാൻ പറഞ്ഞിരുന്ന ഒരു അണക്കെട്ട് ഇപ്പോൾ 50+60, അതായത് ഒരു 60 വർഷം കൂടെ പോയി, അതായത് 128 വർഷം, അതായത് 130 ആകുന്നു, ഇപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നിൽക്കുവാണ്. അവിടെ നിന്നൊരു കല്ലുപോലും അടർന്നു വീണ് ആർക്കും ഒരു ആപത്തും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള നഗ്നസത്യം അവിടെ കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മുല്ലപ്പെരിയാർ, നമുക്ക് ആവശ്യമുള്ള ഭീതിജനകമായ വാർത്തകൾ, ഇപ്പോ ഈ നമ്മുടെ വയനാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നിപ്പ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു കോഴിക്കോട്. ആൾക്കാര് അത് കൺട്രോളിലാകുമ്പോഴാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ നമ്മുടെ വയനാട്ടിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനിടയിലും ഈ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് ആളുകളിൽ എന്താണ് ഭീതി ജനിപ്പിക്കുന്നത്? 1000 വർഷവും ഇനിയും അതിന്റെ വിദഗ്ധർ പറയുന്നത് 1000 വർഷത്തിന് മേളിൽ മുല്ലപ്പെരിയാർ ഇനിയും നിൽക്കുമെന്നാണ്. റസൽ ജോയ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ? എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ലൈവാണ് ഇപ്പോൾ നമ്മൾ രാവിലെ കാണുന്നത്. സത്യത്തിൽ ഇത് എനിക്കൊന്ന് ഹൈക്കോർട്ട് വഴി അല്ലെങ്കിൽ കോടതി വഴി ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. കാരണം ജനങ്ങളിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സിറ്റിക്കകത്തിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാർത്ത മാത്രമാണ്. എന്നാൽ ഈ അണക്കെട്ടിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നെങ്കിൽ, ആ ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീതി തന്നെയാണ്. നമ്മളെ പോലെ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചിന്താശേഷിയോ അങ്ങനെ കാര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 1886 അല്ലെങ്കിൽ ആ സമയത്തോളം അത് നിർമ്മിച്ചു കഴിഞ്ഞ ആ ഒരു അണക്കെട്ട് ഇന്നും ഒരു കുഴപ്പവുമില്ലാതെ തുടരുന്നു. ഏത് വലിയ പ്രളയത്തിനെയും അത് അതിജീവിച്ച് നിൽക്കുകയാണ്. എന്നിട്ടും അത് പൊട്ടുമെന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഏറ്റവും എനിക്കൊന്ന് ഇവിടെ നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഏറ്റവും ബലമുള്ള കരിങ്കല്ല്, ഏതൊരു നാട്ടിലും കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ജലത്തിൽ കിടന്നാലും വെള്ളത്തിൽ കിടന്നാലും അതിന്റെ ബലം കൂടുന്നതല്ലാതെ ഒരിക്കലും അത് കുറയത്തില്ല. ഭൂഗുരുത്വാകർഷണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത്. ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അണക്കെട്ടിന്റെ വിസ്തീർണം ഏകദേശം ഒരു കണക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3 ലക്ഷം ഏക്കറാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാം ഏതാണ്ട് 16 ലക്ഷം കിലോമീറ്റർ ആണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന രണ്ടും ആനയും ആടും, അല്ലെങ്കിൽ ആടും ആനയും തമ്മിലുള്ള അന്തരം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേറൊന്നുമല്ല, ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അത് ഇടുക്കി ഡാമിനെ തകർക്കുമെന്നൊക്കെയാണ് ഓരോരുത്തരും പറയുന്നത്. അത് പറയുന്നതിന് നമുക്കൊരു വിശ്വാസം, നമ്മളിത് കേൾക്കുമ്പോൾ, ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ അതിലെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൂടെ ജനങ്ങൾ എടുക്കണമെന്നാണ് എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. വേറൊന്നും കൊണ്ടല്ല, അത്രയും ക്യൂബിക് മീറ്റർ വെള്ളം ഇതിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇടുക്കി ഡാമിന് ഒരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിൽ അത് പരന്നൊഴുകുക തന്നെ ചെയ്യും. അതുപോലെ ഡാം പൊട്ടി വരുമ്പോൾ 5 ജില്ലകൾ തകരുമെന്നാണ് പറയുന്നത്. ഈ 5 ജില്ലകൾ തകരാൻ ഡാം അങ്ങ് ഫുള്ളോടെ പൊട്ടി തകർന്നു പോവുകയല്ല ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം ഒഴുകി വരുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യാവശിഷ്ടങ്ങൾ എല്ലാം കൂടെ തകർത്ത് ആലപ്പുഴയെയും എറണാകുളത്തെയും ഇടുക്കിയെയും കോട്ടയത്തെയും എല്ലാം അറബിക്കടലിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അതിനൊരു അതിശയോക്തി തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഡാം ഒരു പടമെടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 3 ലക്ഷം ആ ഒരു ക്യൂബിക് മീറ്റർ സംഭവം വെള്ളം 16 ലക്ഷം കപ്പാസിറ്റി ഉള്ള അണക്കെട്ടിലേക്കാണ് ഒഴുകി വരുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഇടുക്കി ഡാമിന് താങ്ങാൻ കഴിയും.
പിന്നെ ചെറുതോണി അണക്കെട്ടാണ് കുറച്ചുകൂടെ കാലപ്പഴക്കം കഴിഞ്ഞത്, അതിലേക്ക് എത്തുന്നു പോലുമില്ല. അപ്പോ ഇങ്ങനെയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാക്റ്റുകൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം ഒരു ജയന്റ് ആണ്, ഒരു സ്ട്രോങ്ങസ്റ്റ് പില്ലറിൻ അണക്കെട്ടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ദയവായി ജനങ്ങളെ പേടിപ്പിക്കുന്നത് നിർത്തണമെന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ലൈവിൽ വന്നുകൊണ്ട് ഓരോരുത്തര് അത് പൈസയ്ക്ക് വേണ്ടിയാവാം, എന്തോ നമുക്ക് അറിഞ്ഞുകൂടാ, എന്തിന്റെ പേരിലായാലും കേരള ജനതയെ ഇങ്ങനെ വർഷാവർഷം മൺസൂൺ തുടങ്ങുമ്പോൾ, ഇച്ചിരി പ്രളയം വരുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം പൊങ്ങുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു നടപടി തീർച്ചയായിട്ടും നിയമ നടപടിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ കോടതി ഇടപെട്ട് തന്നെ നിർത്തലാക്കണമെന്നാണ് ജനങ്ങളോട് നമുക്ക് അല്ലെങ്കിൽ കോടതിയോടും മലയാളി വാർത്തയ്ക്ക് പറയാനുള്ളത്.